ഇന്ത്യൻ ക്രിക്കറ്റിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ ചർച്ചയാവുകയാണ് ശശി തരൂർ MP നടത്തിയ ഒരു ട്വീറ്റും അതിന് ഗൗതം ഗംഭീർ നൽകിയ മറുപടിയും. ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചും ശശി തരൂർ നടത്തിയ വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ ശ്രമിക്കുന്നത്. സത്യത്തിൽ തരൂർ പറഞ്ഞ കാര്യങ്ങൾ BJP സർക്കാരിന്റെയും ഗംഭീറിന്റെയും ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രതികരണം. എന്താണ് ശശി തരൂർ പറഞ്ഞത് എന്ന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തരൂർ തന്റെ നിരീക്ഷണം പങ്കുവച്ചത്. അൺലിമിറ്റഡ് അതോറിറ്റി അഥവാ പരിധിയില്ലാത്ത അധികാരം ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് അപകടകരമാണെന്ന് തരൂർ ഓർമ്മിപ്പിച്ചു. സെലക്ഷൻ കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി പരിശീലകൻ തന്നെ സർവാധികാരിയാകുന്ന രീതിയെ അദ്ദേഹം വിമർശിച്ചു. ഇതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണശൈലിയോടാണ് അദ്ദേഹം ഉപമിച്ചത്. എല്ലാ അധികാരങ്ങളും ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ ജനാധിപത്യവും സുതാര്യതയും നഷ്ടപ്പെടുമെന്ന തരൂരിന്റെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. എന്നാൽ ഗംഭീറിന്റെ മറുപടിയും അതിലെ രാഷ്ട്രീയവും നമുക്കൊന്ന് നോക്കാം. തരൂരിന്റെ ട്വീറ്റ് പുറത്തു വന്നതിന് പിന്നാലെ ഗംഭീർ തന്റെ ശൈലിയിൽ പ്രതികരണവുമായി രംഗത്തെത്തി. ക്രിക്കറ്റിനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് BJP മുൻ MP കൂടിയായ ഗംഭീർ പറയുന്നത്. എന്നാൽ BJP പാളയത്തിൽ നിന്ന് ക്രിക്കറ്റ് ഫീൽഡിലേക്ക് വന്ന ഗംഭീർ അതേ പാർട്ടി ശൈലി തന്നെയാണ് ഇന്ത്യൻ ടീമിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് മുകളിൽ പരിശീലകൻ ആധിപത്യം സ്ഥാപിക്കുന്നത് ശരിയല്ലെന്ന തരൂരിന്റെ വാദത്തിന് മറുപടി നൽകാതെ അതിനെ വ്യക്തിപരമായ ആക്രമണമാക്കി മാറ്റാനാണ് ഗംഭീർ നോക്കിയത്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് തരൂർ പറയുന്നത് ശരിയാകുന്നത്? നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ അതേ ശൈലി തന്നെയാണ് ഇപ്പോൾ BCCIയിലും ക്രിക്കറ്റ് ടീമിലും കണ്ടുവരുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി അധികാരം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതി രാഷ്ട്രീയത്തിൽ എത്രത്തോളം അപകടകരമാണോ അത് തന്നെയാണ് ക്രിക്കറ്റിലും സംഭവിക്കുന്നത്. ഗംഭീറിനെ പോലെയുള്ളവർക്ക് ഈ യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ അസ്വസ്ഥത തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് അവരും ആഗ്രഹിക്കുന്നത്. ശശി തരൂർ ഉന്നയിച്ചത് കേവലം ഒരു ക്രിക്കറ്റ് തർക്കമല്ല, മറിച്ച് ജനാധിപത്യം എല്ലാ മേഖലയിലും പുലരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. എന്തായാലും ഗൗതം ഗംഭീർ എത്രയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ശശി തരൂർ ഉയർത്തിയ ആ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. രാജ്യത്തായാലും ക്രിക്കറ്റിലായാലും അധികാരം ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കും. ക്രിക്കറ്റിനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്ന ഗംഭീർ ആദ്യം ചെയ്യേണ്ടത് BJPയുടെ അമിത അധികാര പ്രവണതകൾ ടീമിനുള്ളിൽ നടപ്പിലാക്കാതിരിക്കുകയാണ്. തരൂരിന്റെ നിരീക്ഷണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. അധികാരം ആരുടെ കയ്യിലായാലും അത് ചോദ്യം ചെയ്യപ്പെടണം എന്നത്.